ഒന്നാമത്തെ വിഷയം ആദ്യത്തെ 4 വാക്യങ്ങളാണ് ദൈവപുത്രനായ യേശുവിനെ നോക്കണം. എക്സാമ്പിൾ ഓഫ് ദ സൺ ഓഫ് ഗോഡ്. അതാണ് നമുക്ക് നമ്മുടെ ഓട്ടത്തിൽ ഡിഫിക്കൽ ടൈം വരുമ്പോൾ ശക്തി നൽകുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അഷുറൻസ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്, അത് നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്ത ഭാഗമാണ് 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ദൈവകൃപ കൊണ്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എനേബിൾമെന്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ് 14-29. അതാണ് 3 വിഷയങ്ങൾ ഈ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായി നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ശക്തമായ ഉപദേശങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ഈ ദൈവകൃപയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ലേഖനകാരൻ ഓർപ്പിക്കുന്നു. ഒന്ന്, പുറകിലോട്ട് നോക്കിക്കൊണ്ട് ഏശാവിന് വന്നതായ പരാജയം, എക്സാമ്പിൾ ഓഫ് ഈസാവ്, ലുക്ക് ബാക്ക്. ഏശാവിനെ പുറകിൽ പണ്ട് സംഭവിച്ച വിഷയമാണ് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. രണ്ടാമത്തെ വിഷയം നാം മുകളിലോട്ട് നോക്കണം. ലുക്ക് അപ്പ് ദ ഗ്ലോറി ഓഫ് ദ ഹെവൻലി സിറ്റി. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പട്ടണത്തെ കുറിച്ചുള്ള മഹത്വം നാം ദർശിക്കണം. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ലുക്ക് അഹെഡ്, നമുക്ക് മുമ്പാകെ ദൈവം ഒരു വലിയ രാജ്യം വെച്ചിരിക്കുന്നു, ഇളകാത്ത രാജ്യം നാം സ്ഥാപിക്കുന്നതുകൊണ്ട്. ദ അൺഷേക്കബിൾ കിങ്ഡം, ലുക്ക് അഹെഡ്. ഈ 3 കാര്യങ്ങളാണ് ദൈവകൃപ കൊണ്ട് നമുക്ക് സാധ്യമായി തീരുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്ത്യ ജീവിത ഓട്ടത്തിന്റെ വിജയരഹസ്യം എന്താണ്? അത് മുമ്പ് നാം വായിക്കുന്നുണ്ടല്ലോ. അവിടെ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ശാസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓട്ടം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നതായ അൾട്ടിമേറ്റ് ഗോള് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് തരുന്നതായ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന സമാധാന ഫലം ലഭിക്കുവാൻ, പീസബിൾ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്, അത് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണമാണ് നാം ഓടുന്നത്. അപ്പോൾ നമ്മുടെ റേസിന്റെ ലക്ഷ്യം അതാണെന്നാണ് പറയുന്നത്. അതിനോട് ചേർത്ത് ഈ കാര്യങ്ങളോട് ചേർത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർ 12-ന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുകയും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ചും ദൈവത്തോട് വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കാത്തവർ, കലക്കം ഉണ്ടാക്കുന്നവരെ അങ്ങനെയാണെങ്കിൽ ദൈവപുത്രന്മാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അവര് പിശാചിന്റെ മക്കളാണ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം ദൈവമക്കൾ എല്ലാവരും. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കഴിയുമെങ്കിൽ എല്ലാ മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. റോമർ 12-ന്റെ 18 വായിച്ചാട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും. അതിനകത്ത് ആരെല്ലാം ഉൾപ്പെടുന്നുണ്ട്? അതിനകത്ത് അയൽവക്കക്കാരുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, കുടുംബക്കാരുണ്ട്, വിട്ടുപോകുന്ന സഭക്കാരുണ്ട്,
ഇത് എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം, സമാധാനം ആചരിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം ഒരു ദൈവവേദന വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. കർത്താവ് അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ കുറിച്ച് തന്നെ വായിക്കുമ്പോൾ മൽക്കീസേദെക്കിന് ക്രമത്തിലുള്ള പുരോഹിതൻ എന്നാണ് നമ്മൾ എബ്രായലേഖനം 7-ാം അധ്യായത്തിൽ പഠിച്ചത്. എബ്രായർ 7:12 അവന് ശാലീൻ രാജാവ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ടെന്നാണ് എബ്രായലേഖനക്കാരൻ പറയുന്നത്. ഒന്ന് സമാധാനത്തിന്റെ രാജാവ്, പിന്നെ വേറൊന്ന് ശാലീൻ രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ രാജാവ് എന്ന് തന്നെയാണ് അതിന്റെ അക്ഷരീക അർത്ഥം. അതിന്റെ വേറെ മീനിങ്ങും ഉണ്ടെന്നാണ് ലേഖനകാരൻ പറയുന്നത്, നീതിയുടെ രാജാവ്. അപ്പൊ നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്, ഇത് രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ നാം എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം ആചരിപ്പാൻ ഉത്സാഹിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ഓരോ ദൈവവിധനും വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധിയും സമാധാനം, മറ്റുള്ളവരോടുള്ളതായ നമ്മുടെ ബന്ധവും എപ്പോഴും ഓൾറൈറ്റ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടം സക്സസ്ഫുൾ ആയി തീരണമെങ്കിൽ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ, നാം സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ 15-ാം വാക്യത്തിൽ നമുക്ക് ഒരു വാണിംഗ് ആയിട്ട് തരികയാണ്. വാണിംഗ് എന്താണ് പറയുന്നത്? ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. ലെസ്റ്റ് we fall of the grace of God. ദൈവകൃപയിൽ നിന്ന് വീണു പോകുവാൻ ഇടയായിത്തീരരുത്. ദൈവകൃപ ഒരിക്കലും ഫെയിൽ അല്ല, ദൈവകൃപ ഒരിക്കലും ഫെയിൽ ആകത്തില്ല. എന്നാൽ ദൈവകൃപയുടെ സാധ്യതകൾ നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ദൈവകൃപ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി തീരുവാൻ ഉള്ളതായ സാധ്യതയുണ്ട്. God's grace cannot fail. We can fail to take advantage of God's grace. യേശാവിന്റെ ജീവിതമാണ് അതിനൊരു സാക്ഷ്യമായി കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 27 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, 27-ാം അധ്യായം 30 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലൊക്കെ യേശാവിനെ കുറിച്ച്, യേശാവിന്റെ ഈ ഇവിടെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത ചില കാര്യങ്ങളിലൂടെ ക്ലിയറായി യേശാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യേശാവിനെ കുറിച്ച് പറയുന്നത് ദുർനടപ്പുകാരനോ ഒരു ഊണിനും ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശാവിന്റെ ജീവിതത്തിൽ ദുർനടപ്പുകാരനാണെന്നുള്ള പഴയ നിയമം വായിക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവന്റെ അമ്മയ്ക്ക് വ്യസനകരണമായി തീരത്തക്ക രീതിയിൽ അവൻ ഹിത്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ മോറലായി യേശാവിന്റെ ജീവിതം അധപ്പതിച്ചതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഗ്രഹിക്കുവാനായി സാധിക്കുന്നുണ്ട്. യേശാവ് ചെയ്തതായ കാര്യം, യേശാവ് അവന്റെ ജ്യേഷ്ഠാവകാശം ബർത്ത് റൈറ്റ് അത് ഡിസ്പൈസ് ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. അവൻ അത് ഉപേക്ഷയായി കണക്കാക്കി അത് യാക്കോബിനെ അത് വിറ്റ് കളയുവാൻ തക്ക ഇടയായി തീർന്നു. യേശാവിന് ദൈവം കൊടുത്തതായ ആ ബർത്ത് റൈറ്റ്, അല്ലെങ്കിൽ അവൻ അവകാശപ്പെട്ടതായ അനുഗ്രഹം അവൻ നഷ്ടമാക്കുവാൻ തക്ക ഇടയായി തീർന്നു. യാക്കോബിന് അത് ലഭിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ദൈവം പ്രസ്താവിച്ച കാര്യമാണെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാണ് യാക്കോബ് അത് കരസ്ഥമാക്കിയത്. അതും ദൈവസന്നിധിയിൽ ശരിയായ കാര്യമല്ല. അതിന്റെ പരിണിത ഫലമൊക്കെ യാക്കോബ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഏശാവ് തനിക്ക് ലഭിച്ചിരുന്നതായ ആ അനുഗ്രഹങ്ങൾ അവൻ നഷ്ടമാക്കി കളയുവാൻ കൊണ്ട് ഇടയായി തീർന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൈവകൃപ നഷ്ടമാക്കുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ദൈവകൃപയെ എടുത്തു കളയുമെന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകാമെന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ഒന്ന്, ലാക്ക് ഓഫ് സ്പിരിച്വൽ ഡിലിജൻസ്. ആത്മീയ കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി ഇല്ലാതെ ഇരിക്കുന്നത് നമുക്ക് ആത്മീയമായി ദൈവകൃപ നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉള്ളതാണ്. രണ്ട്, നമ്മൾ വായിക്കുന്നു, ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, വല്ല ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ
മലിനപ്പെടുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിറ്റർനെസ് അഗൻസ്റ്റ് അതേഴ്സ്, മറ്റുള്ളവരോട് കയ്പായിരിക്കുന്നത് നമുക്ക് ദൈവകൃപ നഷ്ടപ്പെടാനുള്ളതായ കാരണമാണ്. സെക്ഷൽ ഇമ്മോറാലിറ്റി, യേശാവിനെ കുറിച്ച് നമ്മളിത് പറഞ്ഞുവല്ലോ, ദുർനടപ്പുകാരൻ, അത് ദൈവകൃപ നമ്മെ വിട്ടുമാറുവാൻ ഉള്ളതായ ഒരു വിഷയമാണ്. ലിവിംഗ് ഫോർ ദ വേൾഡ് ആൻഡ് ദ ഫ്ലഷ്, ഈ ലോകത്തിന് വേണ്ടിയും ജഡത്തിന് വേണ്ടിയും ജീവിക്കുന്നത് ദൈവകൃപ വിട്ടുമാറുവാനുള്ളതായ അനുഭവമാണ്. യേശാവിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗം, യേശാവിനെ കുറിച്ച് ചില ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ പ്രൊഫൈൻ പേഴ്സൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ അഭക്തൻ എന്ന് പറയുമ്പോൾ അവൻ വളരെ ക്രൂവലായി മോശമായിട്ടൊക്കെ ആളുകളോട് ഇടപെടുന്ന ഫിൽത്തിയായിട്ടുള്ള ഒരാളായിട്ടാണ് ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ യേശാവ് അങ്ങനെയുള്ളതായ ഒരാളല്ലായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവനൊരു സാധാരണക്കാരനായ മനുഷ്യൻ, അവനൊരു നായാട്ടുകാരനായിരുന്നു, ഒരു നല്ല ഹണ്ടറായിരുന്നു. അവന്റെ പിതാവിനോടുകൂടെ താമസിച്ച് പിതാവിനെ സ്നേഹിക്കുന്നവനായിരുന്നു. അപ്പന് ഇസാക്കിന് യാക്കോബിനേക്കാൾ യേശാവിനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു നല്ല മനുഷ്യൻ. ഒരുപക്ഷെ അവന്റെ ഈ പ്രത്യേകതകൾ കൊണ്ട് നെയ്ബേഴ്സിനും അവനൊരു നല്ല മനുഷ്യനായിരുന്നിരിക്കാം. എന്നാൽ യേശാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത, അവന് ദൈവിക കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവനായിരുന്നില്ല. അവൻ നല്ലവനായതുകൊണ്ട് കാര്യമില്ല, ഒത്തിരി കാര്യങ്ങൾ ലോകപ്രകാരം ചെയ്തുകൊണ്ടാകുന്നില്ല. സ്പിരിച്വൽ മാറ്റേഴ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായി, ദൈവകൃപയുള്ളവരായി ദൈവത്തോട് അടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നാം കരുതേണ്ടതായ 3 കാര്യങ്ങളാണ് 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ആരും ദൈവകൃപ വിട്ടു പിന്മാറരുത്. അപ്പൊ ദൈവകൃപ വിട്ടു പിന്മാറുവാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നേരത്തെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. നമുക്കൊക്കെ അറിയാം, നാം എപ്പോഴും ഒരുപാട് ഉപയോഗിക്കുന്ന പദമാണ് കൃപ എന്നുള്ളത്. നാം സാക്ഷ്യം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അത് പറയാറുണ്ട്. നാം ആയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് കൃപ മാത്രമാണ്. എന്നാൽ ഈ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, പ്രപഞ്ചമോഹവും ഭക്തികേടും വർജിച്ചിട്ട് നാം ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ഈ ദൈവകൃപ നമുക്ക് ശിക്ഷണവും തരുന്നതാണ്. അപ്പോൾ അത് നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ അവിടെ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. തീത്തോസ് 2:12 ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നതും കൂടിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവകൃപ വിട്ടു പിന്മാറരുത്. ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒന്നും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. എപ്പോഴും ആ കൃപയോടുകൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ ഭാഗങ്ങളെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഒരു പട്ടണത്തിൽ ഒരു നല്ല പ്രസംഗി ഉണ്ടായിരുന്നു, വെരി ഗുഡ് പ്രീച്ചർ. അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ കഴിവുള്ള ആളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹം വന്ന് കൗൺസിൽ കൊടുക്കുമ്പോൾ, ഉപദേശം കൊടുക്കുമ്പോൾ അത് വളരെ മനോഹരമായി തീരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ പട്ടണത്തിന് അടുത്തുള്ളതായ ഏതെങ്കിലും ചർച്ചിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്, ബ്രദർ എന്താണ് ഇതിന് നിങ്ങൾക്കുള്ള ആലോചന എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് കൗൺസിൽ കൊടുക്കാറുണ്ട്, ഉപദേശം കൊടുക്കാറുണ്ട്. അത് വളരെ സക്സസ് ആയി തീരാറുണ്ട്. എങ്ങനെ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സഭകൾക്ക് ഒക്കെ അനുഗ്രഹീതനായി ജീവിച്ചിരുന്നതായ ഒരു ദൈവദാസൻ. അദ്ദേഹം താമസിച്ചിരുന്ന പട്ടണത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒത്തിരി വലുതല്ലാത്ത ഒരു ഫാം ഉണ്ടായിരുന്നു, നല്ലൊരു കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു. ആ കൃഷിത്തോട്ടത്തിൽ അദ്ദേഹം ജോലിയൊക്കെ നോക്കുവാനായി ഒരാളെ പാർപ്പിച്ചിരുന്നു.
അദ്ദേഹത്തിന്റെ ഫാമിന്റെ മാനേജർ എന്ന് വേണേ അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ ഈ ഫാമിലെ കാര്യങ്ങൾക്ക് ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ ഫാമിന്റെ മാനേജറിന് താൻ ഒരു ലെറ്റർ എഴുതി. ഫാമിന്റെ മാനേജറിന് ലെറ്റർ എഴുതിയ സമയത്ത് അവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരു ചർച്ചിൽ ചില പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ചിലെ ആളുകൾ ഇദ്ദേഹത്തെ സമീപിച്ചു, ബ്രദർ, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുവാനായി നിന്റെ ഉപദേശം ഞങ്ങൾ ആരായുന്നുകൊണ്ട് ദയവായി നീ ഞങ്ങൾക്ക് അതിനൊരു അഡ്വൈസ് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം രണ്ടെഴുത്ത് എഴുതേണ്ടി വന്നു. ഒന്ന്, തന്റെ ഫാമിന്റെ മാനേജറിന്, കൃഷി നോക്കുന്ന ആളിനൊരു എഴുത്തെഴുതി, തന്റെ അടുത്തുള്ളതായി ചർച്ചിന് ഒരു ലെറ്റർ എഴുതി. രണ്ടും കവറിലിട്ടു. പക്ഷേ കവറിനകത്ത് കവർ തമ്മിൽ തെറ്റിപ്പോയി. ഫാമിന്റെ മാനേജറിന് കൊടുക്കേണ്ടതായ ലെറ്റർ ചർച്ചിന് അങ്ങ് ആയിപ്പോയി. ചർച്ചിന് കൊടുക്കേണ്ടതായ ലെറ്റർ ഫാമിന്റെ മാനേജറിനുമായി. അപ്പോൾ ഇവരെ നോക്കിയിരിക്കുകയാണ്. ചർച്ചിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ ദേവദാസന്റെ അഡ്വൈസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ അഡ്വൈസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സീനിയർ എൽഡർ ഈ ലെറ്റർ വായിച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഞാനിവിടെ ഇംഗ്ലീഷിൽ തന്നെ വായിക്കാം. When the letter came to the church, it was opened by the senior elder, and the church assembled to hear the preacher counselor's wisdom. The elder addressed the meeting to this effect. എല്ലാവരും വന്നു കൂടിയിരിക്കുമ്പോൾ elder ഇത് വായിച്ച കാര്യം പറയുകയാണ്. Our brother, whose counsel we sought, has replied to our letter evidently in a parabolic form. For this is the letter. നമ്മുടെ കൗൺസിലർ നമുക്ക് മറുപടി അയച്ചതായ ലെറ്റർ ഒരു ഉപമ രൂപത്തിലാണ് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല, ഞാനിത് വ്യാഖ്യാനിച്ചു തരാമെന്ന് എൽഡർ പറയുക. അതുപോലെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ലെറ്റർ ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്. കീപ് ഡൗൺ ദ വീഡ്സ്, കളയെല്ലാം മറിച്ച് കളയണം. കീപ് ഡൗൺ ദ വീഡ്സ്. കീപ് അപ്പ് ദ ഫെൻസസ്, വേലി കുറച്ചുകൂടെ ഉയരത്തിൽ കെട്ടണം. ആൻഡ് കീപ് എ ഷാർപ്പ് ലുക്ക് ഔട്ട് ഫോർ ദ ഓൾഡ് ബ്ലാക്ക് ബുൾ, കൃഷി നശിപ്പിക്കാൻ വരുന്ന കറുത്ത കാളയെ നീ സൂക്ഷിക്കണം. ഈ എഴുത്ത് ആർക്ക് എഴുതിയത്? ആക്ച്വലി കൃഷിക്കാരന്, അദ്ദേഹത്തിന്റെ ഫാമിന്റെ മാനേജറിന് എഴുതിയ എഴുത്ത. ഇത് പക്ഷെ ചർച്ചിനാണ് എന്നത്. അപ്പോൾ എല്ലർ വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലറിന് ഇത് ഫാമിന് എഴുതിയാണെന്നൊന്നും അറിയത്തില്ല, ചർച്ചിന് എഴുതിയതാണെന്ന് കണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ എല്ലർ പറയുന്നത് ഇത് വ്യാഖ്യാനിക്കാൻ ഈസിയാണ്, ഞാൻ വ്യാഖ്യാനിച്ചു തരാം. ഹാവിംഗ് read this letter, the elder continued, my brethren, it is not difficult to interpret this parable. The weeds are causes of dissension, and we are advised therefore to see to it that no root of bitterness is allowed to grow up among us. വീടെന്ന് പറഞ്ഞ കളയെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ആരുടെ ഉള്ളിൽ ഒരു കയ്പും ആരോടും മുളയ്ക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം പിന്നെയും വായിക്കുകയാണ്. The fences are undoubtedly intended to represent just discipline. The garden of the Lord must be separate from the world, and all that would injure the Lord's plans must be excluded. വേര് കെട്ടുക എന്ന് പറഞ്ഞാൽ വേർപാടാണ്. വേർപാട് നഷ്ടപ്പെടുന്ന ഒന്നും സഭയ്ക്കുള്ളിൽ വരാൻ പാടില്ല, അതെല്ലാം മാറ്റിക്കളയണം, അത് കേറാതെ നാം സൂക്ഷിക്കണം. Therefore we must keep up the fences. Then of course, my brethren, you will readily recognize who is meant by the big black bull. That can be no other than the devil himself. What we are admonished to do, therefore, is to keep down all causes of possible dissension, maintain strict discipline, and always be on the alert to resist the approach of the devil. If we follow this advice, no doubt the garden of the Lord will prosper. After all, is it not possible that the preacher's letter to the manager of his farm was exactly the advice that the church and every other church to require? ഈ ഫാമിന് ചെയ്യേണ്ട കാര്യം തന്നെ എല്ലാ ചർച്ചിനും അത് ആവശ്യമായ കാര്യമാണ്. കള വളരാതെ സൂക്ഷിക്കണം, ഫെൻസ് ഉയർത്തി കെട്ടണം, കാളയെ സൂക്ഷിക്കണം, കയറി നശിപ്പിക്കാതെ കറുത്ത കാളയെ. ഇത് എല്ലാവരുടെയും എല്ലാ സഭകളുടെയും കാര്യമാണ്. അപ്പോൾ കയ്പുള്ള വേര് മുളയ്ക്കാതെ, ബിറ്റർനെസ് ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ഞാൻ ഓർപ്പിച്ചല്ലോ, 3 കാര്യം. ദൈവകൃപ വിട്ടുപോയി പിന്മാറരുത്, കയ്പുള്ള വേര് മുളയ്ക്കരുത്, ദുർനടപ്പുകാരനാകരുത്. പഴയ ദൈവത്തിലും കയ്പുള്ള വേരിനെ കുറിച്ച് പറയുന്നുണ്ട്. നഞ്ചും കയ്പുള്ള വേരും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്ന്
വളരെ ശക്തമായി ആവർത്തന പുസ്തകത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആത്മീയ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അപ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പോൾ തന്നെയുമല്ല, ഇവിടെ നമ്മൾ വായിച്ച എന്താണ്, ഈ കയ്പുള്ള വേര് മുളച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഹേറ്റ്രഡ് ഉണ്ടായി കഴിഞ്ഞാൽ അനേകർ അതിനാൽ മലിനപ്പെട്ട് പോകുവാൻ സാധ്യതയുണ്ട്. ഒരാൾ മാത്രമല്ല അത് നിമിത്തം മലിനപ്പെടുവാൻ ഇടയാകുന്നത് അനേകരെയും അതിനകത്ത് ഉൾപ്പെടുത്തുവാനും കലക്കം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏശാവിനെ പോലെ ദുർനടപ്പുകാരനോ അഭക്തനോ ആയി തീരാതിരിക്കാൻ സൂക്ഷിക്കണം. അവൻ ഭിന്നത്തിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനൊരു സെക്കൻഡ് ചാൻസ് പിന്നീട് ലഭിച്ചില്ല. തന്റെ പിതാവായ ഇസ്ഹാക്കിന് ഒരു വ്യത്യാസം വരുവാൻ അവൻ വളരെ കരഞ്ഞപേക്ഷിച്ചു പറഞ്ഞപ്പ, ഇനി നിനക്ക് ഒരു അനുഗ്രഹം ഇല്ലയോ, എന്നെ കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിടക്കുകയും ഒന്നും ലഭിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു മാനസാന്തരവും ഇസ്ഹാക്കിന് ഉണ്ടായില്ല എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ദൈവകൃപ നഷ്ടപ്പെടുന്നത് ഒന്നും ഉണ്ടാകരുത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഏശാവിന് ചില നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഏശാവിന്റെ ജീവിതത്തിലെ പ്രത്യേകത, അവൻ ദൈവഭക്തനായിരുന്നില്ല, അഭക്തനായിരുന്നു. ആത്മീയ കാര്യത്തിന് വേണ്ടി, ദൈവിക കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ താല്പര്യമുള്ളവനായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ അവകാശപ്പെട്ടതായ ജ്യേഷ്ഠാവകാശം അവൻ ഒരു ഊണിന് വിറ്റുകളയുവാൻ ഇടയായി തീർന്നത്. അവന്റെ കണ്ണിന് മനോഹരമായി, അവന്റെ വയറിന്റെ വിശപ്പിന് പര്യാപ്തമായി തോന്നിയതായ ആ ചുവന്ന പായസം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ജ്യേഷ്ഠാവകാശം മറന്ന് അതിനെ തള്ളിക്കളഞ്ഞതുപോലെ ആരും ആയിത്തീരുവാൻ പാടില്ല. ദൈവകൃപ നാം ദൈവകൃപ നമ്മിൽ നിന്ന് ചോർന്നു പോകുന്ന ഒന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ബിറ്റർനെസ് എന്ന് പറയുന്നത് കയ്പുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് ചാൻസസുകളുണ്ട്. എന്നാൽ അതിനെയൊക്കെയും നാം കൈവിടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ പദങ്ങൾ നാം ഓർത്തുകൊള്ളണം. നാം ഓട്ടം ഓടുവാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. നമ്മുടെ ലക്ഷ്യം ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുക. ഡിഫിക്കൽട്ടീസ് ജീവിതത്തിലുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ നോക്കി ഓടണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്നാൽ നമ്മുടെ ഡിഫിക്കൽട്ട് ടൈമിൽ നമുക്ക് എൻകറേജ്മെന്റ് തരുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവകൃപയുണ്ട്. ദൈവകൃപ കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് നീരസം തോന്നുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വേണ്ട പോലെ കഴിയാതെ വരുന്നത്, ആരാധിക്കാൻ വേണ്ട പോലെ കഴിയാതെ വരുന്നത്. അവരവർക്കറിയാം ദൈവകൃപ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത്. അത് ദൈവകൃപ കുറയുന്ന പല കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് കയ്പുള്ള വേര് മുളയ്ക്കുക. അത് മുളയ്ക്കുവാൻ നാം അനുവദിക്കരുത്. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറയുന്നത്, he that carries bitterness to bed with him will find the devil creep between the sheets. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആരോടെങ്കിലും ബിറ്റർനെസ് കയ്പും വെച്ചുകൊണ്ട് പോയാൽ അവരുടെ ഷീറ്റിന്റെ ഇടയിൽ പിശാച് കയറുമെന്നാണ് പറയുന്നത്. അവരുടെ പിശാച് കയറാതിരിക്കണമെങ്കിൽ രാത്രിയാകുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ആരോടൊക്കെ നീരസമുണ്ടോ കയ്പുണ്ടോ അതെല്ലാം വിട്ടിട്ട് വേണം പോകുവാനായിട്ട്. ഇവിടെ വേറൊരാളിങ്ങനെ എഴുതിയിരിക്കുന്നു, നോ മാറ്റർ ഹൗ ലോങ് യു നേഴ്സ് എ ഗ്രഡ്ജ് ഇറ്റ് വോണ്ട് ഗെറ്റ് ബെറ്റർ. ഹൃദയത്തിൽ ഈ ഗ്രഡ്ജ്, നീരസം എത്ര നാൾ വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ അത് വിട്ടുകളയാണ് ഏറ്റവും നല്ലത്. 2 സന്യാസിമാർ കൂടി യാത്ര ചെയ്ത കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുവാനിടയായി തീർന്നു. അവർ 2 പേരും കൂടി 2 മങ്സ് ആണ്, സന്യാസികൾ, ഒന്നിച്ച് നടന്നു പോകുമ്പോൾ പ്രായമുള്ള ഒരു സ്ത്രീയെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വഴിയിലിരിക്കുന്നതാണ്. അന്നേ കരഞ്ഞു നിലവിളിക്കുന്ന കണ്ടുകൊണ്ട് ഈ മങ്സ് ചോദിച്ചു, എന്താ അതിന്റെ പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്ക് ഈ നദിയുടെ അക്കരെ കടക്കണം, പക്ഷെ ഇവിടെ പാലമില്ല, എനിക്ക് കയറി ഈ വെള്ളത്തിൽ കൂടെ പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ മങ്സ് 2 കൂടെ, സന്യാസിമാർ 2 കൂടെ പറഞ്ഞു, നമുക്ക് ഈ വലിയമ്മയെ രക്ഷിക്കണം, സഹായിക്കണം. അതുകൊണ്ട് ഇവർ 2 പേരും കൂടെ അവരുടെ തോളിൽ 2 സൈഡിൽ നിന്ന് ഈ വല്യമ്മച്ചിയെ നടുക്ക് തോളിൽ ഞാത്തി നിർത്തി ഈ നദി അക്കരെ കിടന്ന് രക്ഷപ്പെടുത്തി. അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഒരു താങ്ക് യു പോലും പറയാതെ അമ്മച്ചിയുടെ പാട്ടിനങ്ങ് പോയി. അപ്പോൾ ഈ സന്യാസിമാര് പിന്നെ നടക്കുക, മനസ്സിങ്ങനെ നടക്കുക. ചില ദൂരം 1 മൈൽ നടന്നപ്പോ ഒരു സന്യാസി പറഞ്ഞു, 2 ഒന്നും പറയുന്നില്ല, സന്യാസിമാരാണല്ലോ. ഒരാൾ പറഞ്ഞു, അയ്യോ എന്റെ നടുവിന് എന്തൊരു വേദന, ആ തള്ളയെ എടുത്തു വെച്ച് ഞാൻ ആകെപ്പാടെ കുഴപ്പി, എന്തൊരു വേദന, എന്തൊരു പ്രയാസമാണെന്ന് പറഞ്ഞ് നടന്നു. പിന്നെ ഇച്ചിരൂടെ കഴിഞ്ഞു, 1 മൈൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോ
ദേഹമെല്ലാം അങ്ങ് പൊളക്കുന്നു, എന്റെ നടുവ് കഴിച്ചിട്ട് എനിക്ക് വയ്യ, ആ തള്ള ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ. ഈ തള്ളയും കൊണ്ട് നമ്മൾ ആ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഈ നദി കരക്ക് വലിയ ദോഷമായി പോയെന്നത്. മറ്റേ ഒന്നും പറഞ്ഞില്ല, സന്യാസി ഒന്നും പറഞ്ഞില്ല. ഇച്ചിരി ദൂരം കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു, അയ്യോ എന്റെ നടുവിന് എന്തോ ഒരു വേദനയാ, ആ വല്യമ്മയെ എടുത്തുകൊണ്ട് നടന്നത് വലിയ ഗതികേടായിപ്പോയി, അവർക്കൊരു നന്ദി പോലും പറയാൻ തോന്നുന്നില്ല, നീ എന്താ ഒന്നും പറയാത്തതെന്ന് കൂട്ടുകാരനോട് ചോദിച്ചു. അമ്മയെ പറഞ്ഞു, ഞാൻ എന്റെ വേദനയെല്ലാം 5 മൈൽ അപ്പുറത്തേക്ക് വിട്ടു, ആ വല്യമ്മ ഇറക്കി കഴിഞ്ഞതോടുകൂടി ഞാൻ അതെല്ലാം വിട്ടു, വല്യമ്മ പോയെങ്കിലും നീ ഗ്രഡ്ജും വെച്ചുകൊണ്ട് നടക്കുക, അതാ ഈ വേദനയുടെ കാരണം എന്ന് പറഞ്ഞു. ഇതാ വിഷയം. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞെങ്കിലും ഇന്നും ആളുകളോടുള്ള വൈരാഗ്യവും ഗ്രഡ്ജും എല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നോണ്ടാ നടുവേദനയും ഒത്തിരി എല്ലാ നടുവേദനയല്ല. അതുകൊണ്ട് നാം ഈ കയ്പുള്ളതായ അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. ഒരു മനോഹരമായ ഒരു ബുക്കുണ്ട്, ഹൗ ടു ബീറ്റ് ബേൺ ഔട്ട്. അതിനകത്ത് ആ ദൈവദാസൻ പറയുന്നത് ബേൺ-ഔട്ടിന് അല്ലെങ്കിൽ നമ്മളങ്ങ് ആകപ്പാടെ കുഴപ്പി ഗിവപ്പ് ചെയ്യത്തക്ക ഒരു സാഹചര്യം ഒരു ദൈവത്തിൽ നിന്ന് വരാനുള്ളതായ കാരണം ഹിഡൻ റൂട്ട് ഓഫ് ബേൺ-ഔട്ട് ബിറ്റർനെസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 5 കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്ത്യൻ കൗൺസിലേഴ്സിന്റെ കൗൺസിൽ ചെയ്ത ആളുകൾ പറയുന്നതനുസരിച്ച് അസൂയ ഈ ബേൺ-ഔട്ടിനുള്ള ഒരു കാരണം എന്നാണ് പറയുന്നത്. അവര് പറയുന്ന ഉദാഹരണം, ഒരു നല്ല അറ്റോർണി, നല്ലൊരു ലോയർ, അയാളെക്കാൾ അടുത്ത ഓഫീസിൽ ഇരിക്കുന്ന ലോയറിന് ഒത്തിരി ക്ലയന്റിനെയൊക്കെ കിട്ടുക, ബിസിനസ് നല്ലപോലെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അവരോട് പിന്നെ വലിയ അസൂയാണ് ഉണ്ടാകുന്നത്. The examples include successful attorneys who envy the abilities of other colleagues, Bible college and seminary students consumed with jealousy toward fellow students, pastors or missionaries envious of others who have seen more outward evidences of success. പാസ്റ്റർമാരെ കുറിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും മറ്റുള്ളവർ നന്നാകുന്ന ഇഷ്ടമാകത്തില്ല, അപ്പോൾ അസൂയ വന്നിട്ടാണ് ഈ കയ്പുണ്ടാകുന്നത്. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുഴപ്പത്തിന്റെ കാരണമെന്നാണ് പറയുന്നത്. Wrong response to irritations, conditional love. In Colossians 3:19, Paul instructs husbands to love your wives and do not be bitter toward them. The Greek word pikroi used here for the word bitter demonstrates resentment or an incensed and angry attitude of mind. Conditional love produces harshness and bitterness both in husband and wife. Frequently that can lead to marital burnout. ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കോപമുള്ള മനോഭാവത്തോടുകൂടെ ചിന്തിക്കാനേ പാടില്ല, ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ. അതാണ് ഒരുപാട് കുടുംബജീവിതത്തിലെ പ്രോബ്ലം എന്നാണ് പറയുന്നത്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഭർത്താവിന് കൊടുക്കുമ്പോൾ ഭാര്യയോട് കയ്പായിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. സാധാരണ മറ്റുള്ളവരോട് കുടുംബത്തിലോ ഉള്ള ആരോടുള്ള മനോഭാവം അല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. ആംഗ്രിയായ ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ പ്രയാസം തോന്നുന്ന ഒരു ചിന്ത പോലും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Wrong response to adversity. In Hebrews 12:15 we discover warning against any root of bitterness springing up instead of enduring hardship as a discipline. കഷ്ടത സഹിച്ചാലും വിഷമം സഹിച്ചാലും അത് ഡിസിപ്ലിനായി എടുത്തുകൊണ്ട് ആരോടും ഒരു ഹാർഷിപ്പ് തോന്നാതെ ഒരു വിഷമം തോന്നാതെ ആയിരിക്കണം. മിസ്പ്ലേസ്ഡ് സ്ട്രൈക്ക്, അതാണ് 4ാമത്തെ കാര്യം. We have seen churches that have been crippled in their effectiveness for years because of bitter envying and strife of the part of church leaders. ചർച്ച് ലീഡേഴ്സ് തമ്മിലുള്ളതായ envy, bitterness, അത് അനേക ചർച്ചകൾ, മലയാളി ചർച്ചകൾ മാത്രമല്ല, ഇത് കൊടുക്കാത്ത പുസ്തകമാണ്. ചർച്ചകൾ എഫക്റ്റീവ് ആകാതെ, ഫ്രൂട്ട്ഫുൾ ആകാതെ, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെ അനേക വർഷങ്ങളാകുന്നതിന്റെ കാരണം തമ്മിലുള്ള പിണക്കോ അസൂയയാണ്. അതാണ് കുഴപ്പത്തിന്റെ കാരണം. 5ാമത് അദ്ദേഹം പറയുന്നു അൺഫോർഗിവിംഗ് സ്പിരിറ്റ്, ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവം. എഫേസ്യർ 4:31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ draws a clear connection between bitterness and what is perhaps its most basic underlying cause, a refusal to forgive.
മറക്കുവാൻ, ക്ഷമിക്കുവാൻ കഴിയാത്തതായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ, കുടുംബത്തിൽ, അന്യോന്യമുള്ള ബന്ധത്തിൽ, സഭാതലത്തിലൊക്കെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ലെറ്റ് ഓൾ bitterness be put away from you. Be kind to one another, forgiving one another. 4:31-32 ഞാൻ മലയാളത്തിൽ വായിച്ച് അവസാനിപ്പിക്കാം. എല്ലാ കയ്പും, കോപവും, ക്രോധവും, കുറ്റാരവും, ദൂഷണവും, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ആ വാക്യത്തിന്റെ ശക്തി ഇത് വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇനി ഒട്ടും നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കാൻ പാടില്ല. എന്തൊക്കെയാണ്? എല്ലാ കയ്പും, ഏത് രീതിയുള്ളതായിരുന്നാലും അത് കോപവും, ക്രോധവും, കുറ്റാരവും, ദൂഷണവും, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടുപോകട്ടെ. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവമക്കളെ, യേശാവിന് ദൈവം ന്യായമായി അവകാശപ്പെട്ടത് അവൻ നഷ്ടപ്പെടുത്തിയത് അവനുള്ള ദൈവകൃപ വിട്ടുപോയത് കൊണ്ടാണ്. ആരും ദൈവകൃപ വിട്ടുപോയി കൈപ്പുള്ള വേര് മുളച്ചവരായി, സമാധാനം നഷ്ടപ്പെടുത്തുന്നവരായി, മാനസാന്തരത്തിനൊരിടമില്ലാതെ അത് നഷ്ടമാക്കുവാൻ ഇടയായി തീരരുത്. നമുക്ക് ഓട്ടം ഓടി തികയ്ക്കേണ്ടതുണ്ട്. ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിച്ചിട്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാൻ ദൈവം ശക്തി തരുന്നതാണ്.